നമസ്കാരം. നമ്മോടൊപ്പം ഇന്ന് പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. സർ, 100-ൽ കൂടുതൽ സീറ്റ് ഒരു അതിമോഹമല്ലേ? കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ എത്ര ചീറ്റിയ പടക്കങ്ങൾ കൊണ്ടുവന്നു? എത്ര അഴിമതി കേസുകൾ ആൾക്ക് പങ്കിട്ട് കൊണ്ടുവന്നില്ലേ? ഞങ്ങൾ എന്തോരം തമ്മിത്തല്ല് നടത്തി, എന്തോരം പത്രസമ്മേളനങ്ങൾ നടത്തി. ഈ അവസാനം ഗ്രഹിണി പിടിച്ച പിള്ളേരെ ചക്കക്കൂട്ടം കാണുന്ന പോലെയല്ലേ ഞങ്ങൾ സീറ്റ് പങ്കിട്ടെടുത്തത്? ഞങ്ങളുടെ എഫേർട്ടിന് ഒരു വിലയില്ലേ? കേരള ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എഫേർട്ട് ഇട്ട പ്രതിപക്ഷം ഞങ്ങളാണ്. ഞങ്ങൾക്ക് 100 സീറ്റ് വേണം, കിട്ടിയേ പറ്റൂ. താങ്കൾ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞില്ലേ? അത് ഉറപ്പിക്കാമോ? വനവാസമോ? എടോ, അന്ന് ചോദിച്ചത് ഒരു സാങ്കല്പിക ചോദ്യമായിരുന്നു. എന്റെ ഉത്തരവും ഒരു സാങ്കല്പികമായ ഉത്തരമായിരുന്നു. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞതല്ലേ വനവാസത്തിന് പോകുമെന്ന്? ഇപ്പോഴെന്താ മാറ്റി പറയുന്നത്? പറഞ്ഞതൊക്കെ തന്നെയാ. ഒരു ദിവസം ഞാൻ എന്തെല്ലാം തട്ടിവിടുന്നു, അതിലൊന്നായിട്ട് ഇതങ്ങ് കരുതിയാ പോരെ. ജനങ്ങൾക്ക് എന്നെ നല്ലോണം അറിയാം മിസ്റ്റർ. അഥവാ ഹൈക്കമാൻഡ് വനവാസത്തിന് പോയേ പറ്റൂന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഹൈക്കമാൻഡ് പറഞ്ഞാലോ? കരയും, കാല് പിടിക്കും. നടന്നില്ലെങ്കിൽ കാല് വാരും ഞാൻ. എന്നിട്ടും വനവാസത്തിന് പോകാൻ പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ നേരത്തെ ആലോചിച്ചു വെച്ചിട്ടുണ്ടോ. ഞാൻ ഒരു പൊളിറ്റിക്കൽ കോച്ചിങ് സെന്റർ തുടങ്ങും. IANP, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് നുണപറച്ചിൽ. മെയിൻ സബ്ജക്ട്സ് ഞാൻ തന്നെ എടുക്കും. പിന്നെ മറ്റു സബ്ജക്റ്റുകളായ മണ്ണും ചാരി നിന്നവൻ അത് KC എടുക്കും. ഗ്രൂപ്പ് കളികൾ ചെന്നിത്തല എടുക്കും. സ്ത്രീ സുരക്ഷയും രാഷ്ട്രീയവും എന്നുള്ള വിഷയത്തെ പറ്റി ക്ലാസ് എടുക്കാൻ മിടുക്കം മാങ്കൂട്ടവ. റീൽസ് പൊളിറ്റിക്സും എന്ന വിഷയത്തെ പറ്റി ക്ലാസ് എടുക്കുന്നത് ഷാഫി പറമ്പിലായിരിക്കും. അവനേക്കാളും വലിയ മിടുക്കൻ അതിനകത്ത് വേറെ ആരും ഇല്ല. പിന്നെ ചില പ്രത്യേക വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് ഹൈക്കമാൻഡിൽ നിന്നും ആളുകൾ വന്ന് ക്ലാസ് എടുക്കും. കേരള പൊളിറ്റിക്സിന് ഇപ്പൊ ഇങ്ങനെ ഒരു അക്കാഡമിയുടെ ആവശ്യം തികച്ചുമുണ്ട്. അവസാന ചോദ്യം, നിങ്ങൾ ജയിച്ചാൽ ആരാകും മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയോ? എന്ത് ചോദ്യമാണോ ഇത്? കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ അതിന്റേതായ ചില മാനദണ്ഡങ്ങളുണ്ട്. ചിലപ്പോൾ മത്സര പരീക്ഷ തന്നെ നടന്നിരിക്കും. കാരണം ഇവിടെ കാൻഡിഡേറ്റ്സ് കൂടുതലാണല്ലോ. തടിതപ്പാനുള്ള മിടുക്ക്, മറുകണ്ഠം ചാടൽ, ഏറ്റവും കൂടുതൽ ഡൽഹി യാത്ര നടത്തിയവർ, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചവർ, ഹൈക്കമാൻഡുമായി നേരിട്ട് ബന്ധമുള്ളവർ, നേരിട്ട് ബന്ധമില്ലെങ്കിലും അടിക്കൂടെ ബന്ധമുള്ളവർ, തൊലിക്കെട്ടി, തടിതപ്പാനുള്ള മിടുക്ക്, വളച്ചൊടിക്കൽ, മറുകണ്ഠം ചാടൽ, ഇതെല്ലാം കണക്കിലെടുത്തിട്ടായിരിക്കും ഒരാളെ തീരുമാനിക്കുന്നത്. പിന്നെ ദൈവം സഹായിച്ച് ഇതുവരെ പോയിന്റ് എനിക്കാ കൂടുതൽ. അഥവാ വേറെ ആരെങ്കിലും ആയാൽ അപ്പ പൊട്ടിക്കാനുള്ള പടക്കം ഞാൻ വേറെ കരുതിയിട്ടുണ്ട്.